ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ChatGPT ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനെ ഞാനൊരു 3 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുക. ദെൻ ഈ ChatGPT അല്ലെങ്കിൽ AI ഒക്കെ എങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റായിട്ട് എങ്ങനെ നമുക്കിത് സേഫായിട്ട് സെക്യൂറായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഹായ് ഹലോ, ഐ ആം ജുനൈസ്. ഐ ആം ആൻ ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നമ്മളെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെൻ്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തുമാണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ 3 ഏരിയാസ് ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻസ് എന്തുണ്ടാവും നമ്മൾ ഇതിലൂടെ ഡെയിലി ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ തന്നെ ChatGPT അറിയാത്ത അല്ലെങ്കിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അറിയാത്ത ആരും തന്നെ ഈ വീഡിയോ കാണുന്നുണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാൽ കൂടി ഞാൻ ചെറിയ രീതിയിലൊന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമ്മളൊക്കെ വർഷങ്ങളോളായിട്ട് ഉപയോഗിക്കുന്ന വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ എന്തുണ്ട്, ആൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, നമ്മൾ പോലും അറിയാതെ. നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ആളൊരു സജഷനായിട്ട് എടുത്തിട്ട് അതിൻ്റെ ആഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എസ്പെഷ്യലി നമ്മളെ ഇൻസ്റ്റഗ്രാമൊക്കെ നമ്മളെ മൂഡ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള റീൽസാണ് നമ്മൾ കാണുക അല്ലേ. നമ്മൾ ഭയങ്കര സാഡ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റീൽസ് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അപ്പം ഈ പണികളെല്ലാം പറ്റിക്കുന്നത് ആരാണ്? നമ്മളെ AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എന്നുള്ളതാണ്. 18നും 39നും വയസ്സിനിടയിലുള്ള കുറച്ച് ആളുകളെ വെച്ചിട്ട് MIT മീഡിയ നടത്തിയിട്ടുള്ള ഒരു ടെസ്റ്റിൽ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആളുകളെ ക്രിയേറ്റിവിറ്റിയെ അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ മെൻ്റൽ ഹെൽത്തിനെ സാരമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, AI ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് നമ്മളെ മനസ്സിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായിക്കുന്നതെന്നും എങ്ങനെയാണ് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെന്നുള്ളതും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ ലൈഫിൽ നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ സഹായിക്കുന്നത് എന്നുള്ളത് നോക്കാം. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇപ്പം നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ChatGPT ആവട്ടെ അല്ലെങ്കിൽ ഇതുപോലത്തെ നമ്മൾ നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ AI ബോട്ടുകളും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് നോളജ് തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് അറിവിന് വേണ്ടിയിട്ട് ഇപ്പം പണ്ട് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകൾ തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഓരോന്ന് സെർച്ച് ചെയ്ത് പോകണം എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറിയിട്ട് നമ്മളെ ടൈം ഒരുപാട് സേവ് ചെയ്യുന്ന രീതിയിൽ, നമ്മളെ എനർജി ഒരുപാട് സേവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്താണ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ChatGPT പോലത്തെ AI നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ അതിനുള്ള ആൻസേഴ്സ് നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മളെ നോളജ് അക്വയർ ചെയ്യുന്നതിനെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂട്ടത്തിൽ നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് മെൻ്റൽ ഹെൽത്തിനെ സഹായിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ChatGPTയോട് ചോദിക്കുകയാണ്, ഐ ആം സ്ട്രഗ്ലിംഗ് വിത്ത് ഓവർ തിങ്കിങ്, ഹൗ ക്യാൻ ഐ ഹാൻഡിൽ ഇറ്റ്? ഇത് ഞാനിങ്ങനെ ChatGPTയോട് ചോദിക്കുകയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് വരുന്നുണ്ട്, എനിക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു AI അല്ലെങ്കിൽ ChatGPT എന്ത് ചെയ്യും, അതിന് ആൻസറായിട്ട് മേ ബി പറയും ജേർണലിങ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജേർണൽ ചെയ്യാം, ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആ ഒരു ഓവർ തിങ്കിങ്ങിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അതുപോലെ തന്നെ ഇതൊരു 24/7 സർവീസാണ്. നമുക്ക് ഏത് സമയത്തും എവിടെ ഇരുന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് എന്തിനുണ്ട്, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഇത് നെഗറ്റീവായിട്ട് നമ്മളെ ഹ്യൂമൻ മൈൻഡിനെ ബാധിക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളേതായിട്ടുള്ള തിങ്കിങ് എന്താവുന്നുണ്ട്, വീക്ക് ആവുന്നുണ്ട്. നമ്മളെ ഹ്യൂമൻ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അമിത ഉപയോഗം നമ്മളെ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, പതിയെ കുറക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ തന്നെ നമ്മളെ സെൽഫ് ട്രസ്റ്റ്, ചില ഡെസിഷൻ മേക്കിംഗ്, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്
ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്ന മറ്റൊന്നാണ് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. അതായത് AI-ക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മളെ ഹ്യൂമൻ എംപതിയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, എനിക്ക് വേണമെങ്കിൽ AI ആയിട്ട് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിനുള്ള സൊല്യൂഷനൊക്കെ വാങ്ങാം. ബട്ട് ഞാൻ എൻ്റെ ഒരു ട്രൂ ആയിട്ടുള്ളൊരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ എൻ്റെ ട്രൂ ആയിട്ടുള്ള എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു ഫീലും ഞാൻ AI ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഫീലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന ഒരു ഏരിയയാണ് മെൻ്റൽ ഓവർലോഡിങ്ങും അതുപോലെ തന്നെ ഫേക്ക് കോൺഫിഡൻസും. അതായത് നമ്മൾ ChatGPT-യോട് ഒരു കാര്യം ചോദിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോയ്സുകൾ, ഒരുപാട് ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് ChatGPT അല്ലെങ്കിൽ AI എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ, നമ്മളെ ബ്രെയിൻ മുഴുവൻ, നമ്മളെ മൈൻഡ് മുഴുവൻ എന്താണ്, ഇൻഫർമേഷൻ കൊണ്ട് ഓവർലോഡഡ് ആണ്. ബട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആക്ഷൻ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫേക്ക് ആയിട്ടുള്ള കോൺഫിഡൻസും ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ആക്ഷൻ എടുക്കാത്ത നമ്മൾ മനസ്സിൽ കയറ്റി വെക്കുന്ന ഓരോ ഇൻഫർമേഷൻസും അതെന്താണ്, നമുക്ക് ഓവർലോഡിങ് തന്നെയാണ് എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ഡാറ്റകൾ കിട്ടുന്നുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്, ബട്ട് നമുക്ക് എന്തില്ല, ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. ക്ലാരിറ്റി ഇല്ലാതെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് സജഷൻസും കിട്ടിയാലെന്തില്ല, അതുകൊണ്ട് നമുക്ക് കാര്യമില്ല എന്നുള്ളതാണ്. ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ChatGPT-യോട് ചോദിക്കുകയാണ് എങ്ങനെ എനിക്കൊരു ഗോൾ സെറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് എൻ്റെ ഗോൾസ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ദിവസം തന്നെ ഞാൻ 10 അല്ലെങ്കിൽ 15 തവണ ChatGPT-യോട് ചോദിക്കുന്നു. എന്ത് ചെയ്യും, ChatGPT എനിക്ക് അതിനെല്ലാം ഉത്തരം തന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ കോൺഫിഡൻസ് വരികയാണ്, ഇത് ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. ഒരു ആക്ഷൻ എടുക്കാതെ എന്ത് ചെയ്യുന്നു, നേരെ കിടന്നുറങ്ങുന്നു. രാവിലെ എണീക്കുന്ന സമയത്ത് ഇത് കാണുന്ന സമയത്ത് അഗെയിൻ എനിക്ക് വരുന്നത് എന്താണ്, റിഗ്രറ്റ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരുപാട് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. അപ്പം ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാത്തത് എന്താണ്, ക്ലാരിറ്റി എന്നുള്ളതാണ്. നമ്മളെ മൈൻഡിനെ എപ്പോഴും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ക്ലാരിറ്റി എന്നുള്ളതാണ്. അപ്പം ഈ ഒരു രണ്ട് കമ്പാരിസൺ, പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും, ഇതൊരിക്കലും ChatGPT മോശമാണ്, ഇത് നമ്മൾ ഉപയോഗിക്കരുത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ ഒഴിവാക്കണം എന്നല്ല. നമ്മൾ ഇനി പോകുന്ന തലമുറയിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്, നിർബന്ധമാണ്. അപ്പം നമ്മൾ അതിനെ ഉപയോഗിക്കുന്ന ശൈലി അതെന്താണ്, നമ്മളെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, നമ്മളെ കയ്യിലൊരു കത്തിയുണ്ട്, ആ കത്തി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആപ്പിൾ കട്ട് ചെയ്യാം, നമുക്കത് കഴിക്കാം. അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്ത് ചെയ്യാം, നമുക്കത് വെച്ചിട്ട് മുറിവേൽപ്പിക്കാം. ഇത് രണ്ടും കത്തി വെച്ചിട്ടുള്ള ഓപ്ഷനാണ്. അപ്പം ഈ കത്തി കൊണ്ടുള്ള യഥാർത്ഥ ഉപയോഗം എന്താണ്, ഇതെങ്ങനെ ബെസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കൽ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നമ്മളെ ഹ്യൂമൻ ഇൻ്റലിജൻസും എന്നുള്ള ടോപ്പിക്കിൽ തന്നെ ചൂസ് ചെയ്തത് എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ അവസാനത്തെ ഭാഗം, വീഡിയോയുടെ അവസാനത്തെ ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ChatGPT പോലത്തുള്ളതൊക്കെ നമുക്ക് എങ്ങനെ ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത്, യൂസ് AI ടൂൾ. അതായത് AI ഒരു ടൂളായിട്ട്, ഇപ്പോൾ ChatGPT പോലത്തതൊക്കെ ഒരു ടൂളായിട്ട് മാത്രം എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, AI എന്തിനാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ്. നമുക്ക് കിട്ടുന്ന ഐഡിയാസിനെ, നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ChatGPT പോലത്തെ കാര്യങ്ങളെ ഉപയോഗിക്കുന്നത്. അപ്പം അതിനെ പ്രൈമറി ആക്കുന്നതിന് പകരം നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ പ്രൈമറി ആക്കുക. അതുപോലെ തന്നെ നമ്മളെ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ് നമുക്കിതിൽ ആദ്യം ചെയ്യാൻ പറ്റുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഓൾറെഡി ChatGPT തന്നെ പറയുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ ChatGPT-യോട് ഒരു കാര്യം ചോദിക്കുകയാണ്, അപ്പോൾ ChatGPT തന്നെ പറയും ഈ ആൻസർ എന്താണ്, നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം, സംടൈംസ് എനിക്ക് എറർ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയും. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ആൻസേഴ്സും അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതിൽ നിങ്ങളേതായിട്ടുള്ളൊരു തിങ്കിങ് കൂടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും നോട്ടീസ് ചെയ്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ് എന്ത്, അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള പ്ലാനിങ്സും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത്, വിത്തൗട്ട് എനി AI. നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള കുറച്ച് തിങ്കിങ് പ്രോസസ്സിലൂടെ, തിങ്കിങ് പാറ്റേണിലൂടെ എന്ത് ചെയ്യുക, നിങ്ങളെ ഡേ ഒന്ന് പ്ലാൻ ചെയ്യുക. നിങ്ങളേതായിട്ടുള്ള ആ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളൊരു സാധനം ഉപയോഗിക്കാതെ കുറച്ച് കാലം എവിടെയും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, കംപ്ലൈൻ്റ് ആവാനുള്ള, റെസ്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടത്തിൽ തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ,
നമ്മൾ AI ഉപയോഗിക്കുന്ന സമയത്ത്, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന സമയത്ത്, നമ്മൾ ChatGPT ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും എൻഷുർ ചെയ്യുക നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ബാക്കിയുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബെസ്റ്റ് ആക്കാനുള്ള സംഗതികൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എങ്ങനെ നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്യാം, എങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പ് ബാക്കിയുള്ള ആളുകളുമായിട്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നല്ലൊരു റൈറ്റർ ആവാം, എങ്ങനെ നല്ല രീതിയിൽ ലേൺ ചെയ്യാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ AI ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പം ChatGPT ഉപയോഗിച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് AI ഒരിക്കലും നമ്മൾ ഉപയോഗിക്കേണ്ട എന്നുള്ളതല്ല പറയുന്നത്, തീർച്ചയായിട്ടും ഉപയോഗിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്തും കൂടി നമ്മൾ ഉപയോഗിക്കണം, നമ്മളെ ഹ്യൂമൻ ഇൻ്റലിജൻസും കൂടി എന്ത് ചെയ്യണം, ഉപയോഗിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഐ ഹോപ്പ് നല്ലൊരു വാല്യൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. AIയുടെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും അതുപോലെ തന്നെ എങ്ങനെ നമുക്കിത് ബെസ്റ്റായിട്ട് AI ഉപയോഗിക്കാം എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ AI ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഫ് നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യരുത്, മറക്കരുത്. ആൻഡ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു മെൻ്റൽ ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.